ഹായ്, ഞങ്ങളൊന്ന് ബീച്ചിൽ വന്നേക്കണേ. അപ്പൊ എന്റെ മക്കളുടെ വികൃതി തരങ്ങളാണ്ടാ. എല്ലാരും ഒന്ന് കണ്ടോ. രണ്ടുപേരും കൂടി കഷ്ടപ്പെടാതെ കിടന്ന് കഷ്ടപ്പെടണേട്ടാ. പക്ഷെ ഒന്നും നടക്കണില്ല. രണ്ടുപേർക്കും ഇളയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങള് സത്യം പറഞ്ഞ ബീച്ചിലോട്ട് വരാൻ വേണ്ടി ഇതാക്കിയതല്ല. ചൂട് കാരണം ഞങ്ങളൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല. ഇപ്പൊ കിടന്ന് പ്രളകം കളിക്കണേണ്. എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല. കണ്ട എല്ലാരും കാണുന്നുണ്ടാ അമ്മമാരുടെ കളി കണ്ട നിങ്ങ എന്ത് ഹാപ്പി ആയിട്ടാണ് കളിക്കണേന്ന് നോക്കിയേ. ഒരാളാണെങ്കിൽ വലിച്ചുകൊണ്ട് പോകണേണ്, ഒരാൾക്ക് പേടി വന്നിട്ട്. അയാൾക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് കടലിൽ ഇറങ്ങാനായിട്ട്. ഇറങ്ങുന്ന വെച്ചാൽ അങ്ങനെയല്ല, ഭയങ്കര കെയറിങ് ആണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയാൽ തന്നെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇയാളെ വലിച്ച് നീക്കാനും പിടിക്കാനും അങ്ങനെ ഭയങ്കര ഇതാണ്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ രണ്ടുപേരും കൂടി പൊരിഞ്ഞ് ഇടിയുമാണ്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ കളിച്ച് ആകെ അവശതയെന്നല്ല, നനഞ്ഞ് ചീഞ്ഞി ഒന്നും പറയണ്ട. പറഞ്ഞാലൊന്നും രണ്ടെണ്ണത്തിനും കേൾക്കുകയുമില്ല, മനസ്സിലാകുകയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അടക്കണത് കളിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിന്ന്. പിന്നെ ഞങ്ങൾ ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണത്തിനെ വിളിച്ചിട്ട് ഇളയാൾ വന്നിട്ടുണ്ടായിരുന്നില്ല. മൂത്തതിനെ വിളിച്ചിട്ട് ഒന്നും പറയണ്ട, ആരും വന്നില്ല. പിന്നെ ഞങ്ങൾ കളി നിർത്തി. പിന്നെ ആണെങ്കിൽ നനഞ്ഞ് ചീഞ്ഞിരിക്കണ കൊണ്ടിട്ട് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ഈശോയെ. രണ്ടുപേരുടെയും സന്തോഷവും കളിയും കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനും തോന്നണില്ല. എല്ലാം കഴിഞ്ഞ് അവിടെ കുപ്പിയിൽ വെള്ളം കൊടുക്കലായി. പിന്നെ കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നണേട്ടാ വെള്ളം കൊടുക്കണത്. അവിടെ കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് ചെന്നിട്ട് അതൊന്നും നടന്നുമില്ല. അവങ്ങോട് പോയി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും വേണ്ട, ഇവിടെ നിന്ന് തന്നെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവിടെ നിറച്ചും പട്ടികളായിരുന്നേ. അതുകൊണ്ടിട്ട് എനിക്ക് പേടി വന്നു പെട്ടെന്ന്. അപ്പോൾ അതേ കൊട്ടാരമൊന്നും ഉണ്ടാകാൻ പറ്റാഞ്ഞത് കൊണ്ട് ഞങ്ങൾ അവിടെ കുഴിയൊക്കെ കുഴിച്ച് അവിടെ കുഴിച്ച് വെള്ളം നിറക്കാനുള്ള തത്രപ്പാടിലാണ് ഇളയാള് ആൽവിൻ. എന്തോരം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് കയ്യൊക്കെ ആകെ അപ്പിയായി ചെളിയാകുമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പുള്ളിക്കാരോട് പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. അപ്പം ചേട്ടനും അയാളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷവും ഹാപ്പിയും ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാനും പിടിക്കാനും പോയില്ല. ഞാനാണെങ്കിൽ നനഞ്ഞ് കുതിർന്ന് ആകെ അണ്ടേ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൊച്ചു വികൃതികളും തമാശകളും ഉണ്ട്. അതിനെല്ലാവരും എന്താ പറയുക, സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കണം കേട്ടോ. അതിനപ്പുറം ഒന്നും പറയാനില്ല. ഞങ്ങളുടെ കളിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ എന്താ പറയുക, കടലിലുള്ള കളിയും ചിരിയൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം കേട്ടോ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ നിന്ന് പോരാനും തോന്നണില്ല കേട്ടോ, ആ കടലിൽ നിന്ന് ബീച്ചിൽ നിന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇളയാളെ വിളിച്ചിട്ടും മൂത്താളെ വിളിച്ചിട്ടും ആരും അനങ്ങണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്നുമില്ല. ഒരുപാട് വൈകിട്ടാണ് പോകുന്നതും. അതേപോലെ എന്താ പറയുക, കളിച്ചിട്ടും തീരണമില്ല. അപ്പോൾ ഓക്കെ.